ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോർത്ത് കർണാടകയിൽ ഇപ്പോൾ വളരെ പ്രസിദ്ധമായ ബാജ്ര റൊട്ടി, ഇവിടെ അവർ സജ്ജേ റൊട്ടി എന്നാണ് പറയുന്നതിന്. ഇപ്പോൾ ബാജ്ര കൊണ്ടുണ്ടാക്കുന്നതാണ്, മില്ലറ്റ് ബാജ്ര കൊണ്ടിട്ട് ഉണ്ടാക്കുന്നൊരു റൊട്ടിയാണിത്. ഇപ്പോൾ മകരസംക്രാന്തി സമയത്തിൽ അവർ ഇത് ഉണ്ടാക്കുന്നുണ്ട്, ഭോഗി ആ സമയത്ത്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ, അവർ ബാജ്ര നമ്മൾ നല്ല ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ടാണ് അവർ കുഴച്ചെടുക്കുന്നത്. അത് കുഴച്ചെടുത്തതിന് ശേഷം അത് നമ്മളിതുപോലെ അവർ ഈ കൈ വെച്ച് തന്നെ ഇത് തട്ടിയെടുക്കും ഇതുപോലെ. അപ്പോൾ നല്ല സ്പീഡിലാണ് അവരുണ്ടാക്കുന്നത് കേട്ടോ. നമുക്കതുപോലെ ഒന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും അങ്ങനെ വരില്ല. ബാജ്ര നമ്മൾ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ളൊരു പൊടിയാണ് ബാജ്ര, അപ്പോൾ ബാജ്രയുടെ പൊടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി പോകാൻ നമുക്ക് ചാൻസ് ഉണ്ട്. പക്ഷെ അവർ വളരെ നല്ല രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെങ്കല്ലൊക്കെ വെച്ചിട്ട് അടുപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചിട്ടാണ് അവരത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ തവയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഈ വെള്ളം വെച്ച് ഒന്ന് അതിൻ്റെ മുകളിലായിട്ട് വെള്ളം വെച്ച് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു തുണി വെച്ചിട്ട്. പിന്നെയാണ് അതിങ്ങനെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഇവിടെ വീട്ടിൻ്റെ അടുത്തുള്ള ബൽഗാമിൽ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള അവരാണിത് ഉണ്ടാക്കിയത്. അപ്പോൾ ആ കുട്ടി സംഗീത എന്ന് പറഞ്ഞൊരു കുട്ടിയാണിത് ഉണ്ടാക്കുന്നത്. വളരെ സ്പീഡായിട്ടാണ് ആ കുട്ടി ഉണ്ടാക്കുന്നത്. നമുക്ക് അപ്പം ഞാനത് വെറുതെ ഒന്ന് വീഡിയോ എടുത്തിടാമെന്ന് വെച്ചിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ വെള്ളം കൊണ്ടിങ്ങനെ ഒന്ന് മുകളിൽ ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് മറിച്ചിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നോർത്ത് കർണാടക സ്പെഷ്യലായിട്ടുള്ള ബാജ്ര റൊട്ടിയാണിത്. അപ്പോൾ വെറുതെ ഒരു വീഡിയോ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബാജ്രയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പേൾ മില്ലറ്റ് എന്നാണ് പറയുക. പിന്നെ അതുപോലെ തമിഴിൽ കമ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.